അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 25. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തൗഹീദ്, സൂറത്തു തഫ്രീദ് എന്നിങ്ങനെ ഒരുപാട് നാമങ്ങളിൽ അറിയപ്പെട്ട വളരെ വിശുദ്ധമായ ഒരു അധ്യായമാണ്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഈ അധ്യായം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് ഈ അധ്യായത്തിലുടനീളം പറയുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ഒരു പള്ളിയിലെ ഇമാമ് അദ്ദേഹത്തിന്റെ മഅ്മൂമീങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ പാരായണം ചെയ്തതിന്റെ ശേഷം എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും അതിന്റെ ശേഷം മറ്റൊരധ്യായവും കൂടെ കൂട്ടിച്ചേർത്തോതുകയും ഓരോ റക്അത്തിലും 2 അധ്യായം വീതം ഓതുകയും ചെയ്തപ്പോൾ മഅ്മൂമീങ്ങളിൽ പലർക്കും അത് പ്രയാസമായി. അവർ മുത്തുനബിയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് വിചാരണ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്നുകിൽ നിന്റെ മഅ്മൂമീങ്ങൾ ഇവിടെ വന്ന് പരാതി പറഞ്ഞത് ഫാത്തിഹയും ഒരു സൂറത്തും ഓതി അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ എല്ലാ റക്അത്തിലും നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയേ മതിയാവൂ എങ്കിൽ ആ സൂറത്തുൽ ഇഖ്ലാസിൽ മാത്രം നിങ്ങൾ അവസാനിപ്പിക്കുക. അവിടുന്ന് പറഞ്ഞു, നബിയെ ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് ആ അധ്യായത്തോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണ് എനിക്കത് ഓതാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് അള്ളാഹുവിന്റെ സിഫത്തുകളാണ്, അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. അള്ളാഹുവിന്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയുന്ന ഈ അധ്യായത്തെ മറന്നുകൊണ്ട് എനിക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാ റക്അത്തിലും ഒരു സൂറത്ത് തന്നെ ഓതുക എന്നത് അതിലുമുണ്ടല്ലോ ചെറിയ പ്രയാസം. അതുകൊണ്ടായിരിക്കാം ആ സ്വഹാബി ഒരു സൂറത്തും കൂടെ കൂട്ടി ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ ഖദ് അദ്ഖലകൽ ജന്ന, തീർച്ചയായും ആ അധ്യായത്തെ നിങ്ങൾ സ്നേഹിച്ചത് കാരണമായി അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ കടത്തുക തന്നെ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം അത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണെന്ന് ചേർത്തി പറയുകയും ചെയ്തു. ഇവിടെയാണ് ഈ അധ്യായത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ വിരിപ്പിലേക്ക് എത്തിയാൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കൈവെള്ളയിൽ ഊതുകയും അത് മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും തടവുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. അവസാന സമയത്തെത്തിയപ്പോഴേക്ക് മുത്തുനബിക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ഹബീബ് ഓതിയിട്ട് എന്റെ കൈകളിലേക്ക് ഊതിത്തന്ന് എന്റെ കൈകൊണ്ട് ഞാൻ ഹബീബിന്റെ ശരീരം തടവിക്കൊടുത്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാം. ഏതാവട്ടെ, ഈ അധ്യായത്തിന്റെ ചർച്ചയിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടന്നു വരാം. ഒറ്റ ക്ലാസ് കൊണ്ട് അതിലെ ഓരോ വചനങ്ങളുടെയും താല്പര്യം എന്താണെന്നൊന്ന് ചുരുക്കി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ തങ്ങൾ പറയണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് മുത്തുനബിയോട് പറയാൻ പറഞ്ഞു തുടങ്ങുന്നത് എന്നൊക്കെ നമുക്ക് വിശദീകരണത്തിൽ പിന്നീട് പറയാം. നബിയെ തങ്ങൾ പറയണം. ഹുവല്ലാഹു അഹദ്, വസ്തുത അള്ളാഹു ഒരുവനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന,
ആരെയും ആശ്രയിക്കാത്ത മഹത്തായ ശക്തിയാണ്. ലം യലിദ്, അവൻ ഒരാളെയും പ്രസവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല സന്താനോൽപാദന ശൈലിയിൽ. ചുരുക്കി പറഞ്ഞാൽ അവന് മക്കളില്ല എന്നർത്ഥം. വലം യൂലദ്, അവന് മാതാപിതാക്കളുമില്ല, അവനെ മറ്റാരോ പ്രസവിച്ചതും അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി ഒരാളുമില്ല, അവനെപ്പോലെ എന്ന് പറയാൻ പറ്റുന്ന ഒരാളും തന്നെ ഇല്ല. എങ്ങനെയാണ് മുഹമ്മദെ നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന് ശത്രുക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് മുത്തുനബി മറുപടി കൊടുക്കാൻ, അള്ളാഹുവിനെ വിശദീകരിച്ചു കൊടുക്കാൻ ഇറക്കിയ സൂറയാണിത്. ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ ദൈവിക സങ്കല്പത്തിലുള്ള, ഇലാഹി സങ്കല്പത്തിലുള്ള എന്തെല്ലാം വികലമായ വിശ്വാസങ്ങളുണ്ടോ അതിനോരോന്നിനും അക്കമിട്ട് മറുപടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.